നമസ്കാരം. ഹിന്ദുവായി ജനിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചാൽ പിന്നാക്ക സംവരണ ആനുകൂല്യം ലഭിക്കുമോ? മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് ഇല്ല. പക്ഷേ തമിഴ്നാട് സർക്കാർ പറയുന്നു അതെ. ഇനി അന്തിമ വിധി പറയുക സുപ്രീം കോടതിയാണ്. ഈ കേസ് ഒരാളുടേത് മാത്രമല്ല, രാജ്യത്തെ മതപരിവർത്തനം, സംവരണം, സാമൂഹിക നീതി എന്നിവയെല്ലാം ബാധിക്കുന്ന നിർണായക നിയമ പോരാട്ടമായി ഇത് മാറുകയാണ്. നമസ്കാരം. മതം മാറിയാൽ സംവരണ അവകാശവും നഷ്ടമാകുമോ? അതോ സാമൂഹിക പിന്നോക്കാവസ്ഥ മാറാത്തിടത്തോളം സംവരണം തുടരണമോ? ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത കോടതി മറുപടി പറയാൻ പോകുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? എന്തുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ അതിനെ ചോദ്യം ചെയ്യുന്നത്? സുപ്രീം കോടതിയുടെ തീരുമാനം എന്തുകൊണ്ട് രാജ്യത്തെ വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചേക്കാം? നമുക്ക് ഈ വാർത്തയിലേക്ക് വിശദമായി നോക്കാം. ഹിന്ദുവായി ജനിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഹിന്ദുവായിരുന്നപ്പോഴുള്ള സംവരണ ആനുകൂല്യങ്ങളും തുടരണോ? അതോ മതം മാറിയ നിമിഷം ആ അവകാശം അവസാനിക്കുമോ? ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി നിർണായക മറുപടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആ വിധിക്കെതിരെ വിജയ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരാൾക്ക് ഹിന്ദു മതത്തിലുണ്ടായിരുന്ന ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുമോ എന്ന ചർച്ച വീണ്ടും ദേശീയതലത്തിൽ ശ്രദ്ധ നേടുകയാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കേസിന്റെ തുടക്കം 2015-ലാണ്. ഹിന്ദുവായി ജനിച്ച് പരമശിവം പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച് സമീർ അഹമ്മദ് എന്ന പേര് സ്വീകരിച്ചു. തുടർന്ന് മുസ്ലിം ലബ്ബ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പിന്നാക്ക വിഭാഗത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ തഹസീൽദാർ അപേക്ഷ നിരസിച്ചു. ഇതോടെയാണ് കേസ് മദ്രാസ് ഹൈക്കോടതിയിലെത്തുന്നത്. കേസ് പരിഗണനയിലിരിക്കെ 2024-ൽ തമിഴ്നാട് സർക്കാർ പുതിയ ഉത്തരവിറക്കി. പിന്നാക്ക വിഭാഗം, പിന്നാക്ക വിഭാഗം, ഡിനോട്ടിഫൈഡ് കമ്മ്യൂണിറ്റികൾ, പട്ടികജാതി വിഭാഗങ്ങൾ എന്നിവയിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് മാറുന്നവർക്ക് പിന്നാക്ക മുസ്ലിം വിഭാഗത്തിന്റെ 3.5% സംവരണ ആനുകൂല്യം നൽകാമെന്നായിരുന്നു സർക്കാർ തീരുമാനം. എന്നാൽ കഴിഞ്ഞ മാസം മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഈ സർക്കാർ ഉത്തരവ് റദ്ദാക്കി. ഹൈക്കോടതിയുടെ നിരീക്ഷണം വ്യക്തമായിരുന്നു. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് മാറുന്ന ഒരാൾക്ക് ഇനി മുസ്ലിം എന്ന നിലയിൽ മാത്രമേ അവകാശപ്പെടാനാകൂ. പക്ഷേ തമിഴ്നാട്ടിലെ പിന്നാക്ക മുസ്ലിം വിഭാഗങ്ങളായ ലബ്ബ, റാവത്തൂർ, മരക്കാർ, മാപ്പിള, അൻസാർ, ഷൈഖ്, സയ്യിദ് തുടങ്ങി ചരിത്രപരമായ സമുദായങ്ങളിൽ ജനിച്ച ആളായി അവകാശപ്പെടാൻ കഴിയില്ല. അതിനാൽ ആ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംവരണ ആനുകൂല്യവും മതപരിവർത്തനം ചെയ്ത ഒരാൾക്ക് ലഭിക്കില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. ഇതിനെതിരെയാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ പ്രധാന വാദം ഇതാണ്: ഒരു വ്യക്തി നിലവിൽ പിന്നാക്ക വിഭാഗത്തിന്റെ സംവരണ ആനുകൂല്യം ലഭിക്കുന്നയാളാണെങ്കിൽ മതം മാറിയെന്ന കാരണത്താൽ മാത്രം ആ അവകാശം ഇല്ലാതാക്കാൻ പാടില്ല. മതം മാറിയാലും സാമൂഹിക പിന്നാക്കാവസ്ഥ ഒരു ദിവസം കൊണ്ട് മാറുന്നില്ല. അതിനാൽ സാമൂഹിക നീതി ഉറപ്പാക്കാൻ സംവരണ ആനുകൂല്യം തുടരണം. അതേസമയം ഹൈക്കോടതി വ്യക്തമാക്കുന്നത് മറ്റൊന്നാണ്. ഇസ്ലാമിൽ ഹിന്ദുമതത്തിലുള്ളതുപോലെ ജാതി വ്യവസ്ഥ അംഗീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് മതം മാറിയ ഒരാൾക്ക് മുസ്ലിം സമൂഹത്തിലെ ഒരു പ്രത്യേക പിന്നാക്ക ജാതിയുടെ അംഗമാണെന്ന് അവകാശപ്പെടാനാവില്ല. ഇതാണ് നിയമപരമായ പ്രധാന തർക്ക വിഷയം. ഇനി ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം സുപ്രീം കോടതിയുടേതായിരിക്കും. കേസ് പരിഗണിച്ച കോടതി വളരെ നിർണായകമായ നിരീക്ഷണമാണ് നടത്തിയത്. ഹിന്ദു സമൂഹത്തിലെ ഒരു പ്രത്യേക ജാതിയുടെ പേരിൽ ലഭിച്ചിരുന്ന സംവരണ ആനുകൂല്യങ്ങൾ മതം മാറിയ ശേഷവും തുടരാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. കൂടാതെ ഇസ്ലാം മതം സമത്വമാണ് പഠിപ്പിക്കുന്നതെന്നും മതം മാറിയ ശേഷം വീണ്ടും ജാതി അടിസ്ഥാനത്തിൽ ആനുകൂല്യം ആവശ്യപ്പെടുന്നത് പരസ്പര വിരുദ്ധമായ വാദമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഈ വിധി വന്നതോടെയാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നത്. സംസ്ഥാനത്തിന്റെ നിലപാട് സാമൂഹികവും വിദ്യാഭ്യാസപരമായി പിന്നാക്കാവസ്ഥ തുടരുന്നവർക്ക് മതം മാറ്റം മാത്രം കാരണം സംവരണ ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത് എന്നതാണ്. എന്നാൽ മദ്രാസ് ഹൈക്കോടതി ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായ നിയമപരമായ നിരീക്ഷണങ്ങളാണ് നടത്തിയത്. 2025 ജൂൺ 27-ന് പുറപ്പെടുവിച്ച വിധിയിൽ ഇസ്ലാം മതം സ്വീകരിച്ച ഒരാൾക്ക് മുസ്ലിം എന്ന നിലയിൽ തിരിച്ചറിയപ്പെടാമെങ്കിലും തമിഴ്നാട് സർക്കാരിന്റെ പിന്നാക്ക മുസ്ലിം വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ഉപവിഭാഗത്തിന്റെ അംഗമാണെന്ന് അവകാശപ്പെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. തമിഴ്നാട് സർക്കാരിന്റെ പിന്നാക്ക മുസ്ലിം പട്ടികയിൽ എല്ലാ മുസ്ലിങ്ങളും ഉൾപ്പെടുന്നില്ല. ചരിത്രപരമായും സാമൂഹികമായും പിന്നാക്ക വിഭാഗങ്ങളായി അംഗീകരിച്ച അൻസാർ, ദക്കാനി, ലബ്ബ, അതായത് റാവുത്തർ, മരക്കായർ ഉൾപ്പെടെ മാപ്പിള, ഷെയ്ഖ്, സയ്യിദ് തുടങ്ങി നിർദ്ദിഷ്ട വിഭാഗങ്ങൾക്കാണ് ഈ സംവരണ ആനുകൂല്യം ലഭിക്കുന്നത്. ഈ വിഭാഗങ്ങളിലെ അംഗത്വം ജനനം വഴിയാണ് ലഭിക്കുന്നത്. മതപരിവർത്തനത്തിലൂടെ ഒരാൾക്ക് ഈ പാരമ്പര്യ ഉപവിഭാഗങ്ങളുടെ അംഗമാകാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഓരോ പൗരനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ടെന്ന് കോടതി വീണ്ടും വ്യക്തമാക്കി. എന്നാൽ മതസ്വാതന്ത്ര്യവും സംവരണത്തിനുള്ള നിയമപരമായ അർഹതയും രണ്ടും വ്യത്യസ്ത വിഷയങ്ങളാണെന്നും മതം മാറിയ ശേഷം പുതിയ മതത്തിലെ ഒരു പ്രത്യേക പിന്നാക്ക വിഭാഗത്തിന്റെ ആനുകൂല്യം സ്വമേധയാ ആവശ്യപ്പെടാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിധിന്യായത്തിലെ ശ്രദ്ധേയമായ
മറ്റൊരു ഭാഗം ഇസ്ലാമിക തത്വങ്ങളെക്കുറിച്ചുള്ള കോടതിയുടെ പരാമർശമാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിടവാങ്ങൽ പ്രസംഗത്തിലെ ആശയം ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യരെല്ലാവരും ആദമിന്റെയും ഹൗവയുടെയും മക്കളാണെന്നും അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു ശ്രേഷ്ഠതയുമില്ലെന്നും ഭക്തിയിലും സൽപ്രവർത്തികളിലുമാണ് യഥാർത്ഥ ശ്രേഷ്ഠതയെന്നും കോടതി പരാമർശിച്ചു. ഇസ്ലാമും ക്രിസ്തുമതവും സിദ്ധാന്തപരമായി സാമൂഹിക സമത്വം മുന്നോട്ട് വയ്ക്കുന്ന മതങ്ങളാണെന്നും അത്തരമൊരു സമത്വ ആശയം സ്വീകരിച്ച ശേഷം അതേ മതത്തിനുള്ളിൽ ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ അവകാശവാദം ഉന്നയിക്കുന്നത് നിയമപരമായും തത്വപരമായും അംഗീകരിക്കാനാകില്ലെന്നുമാണ് കോടതി വിലയിരുത്തിയത്. ഇത്തരം സാഹചര്യത്തിലാണ് 2024 തമിഴ്നാട് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും നിലവിലുള്ള നിയമ തത്വങ്ങൾക്കും വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അത് റദ്ദാക്കിയത്. ഇപ്പോൾ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ, അതായത് വിജയ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിനാൽ ഇനി രാജ്യത്തിന്റെ പരമോന്നത കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ മറ്റൊരു ശക്തമായ വാദവും ഉയർന്നു വരുന്നുണ്ട്. സംവരണം എന്നത് ചരിത്രപരമായ സാമൂഹിക വിവേചനത്തിനുള്ള പരിഹാരമായാണ് ഭരണഘടന ഒരുക്കിയിരിക്കുന്നത്. ഒരു വ്യക്തി മതം മാറിയ ശേഷം പഴയ വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പുതിയ വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ രണ്ടും ആവശ്യപ്പെടാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ നിയമപരമായ പ്രധാന ചർച്ച. ഹിന്ദുക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം മതം മാറിയവർ എടുത്തു പോകുന്നു എന്നതാണ്. വൈദേശിക മതങ്ങളിലേക്ക് മതപരിവർത്തനം നടത്തുന്നവർ ഹിന്ദുമതങ്ങളുടെ ആനുകൂല്യം മതം മാറ്റം മറച്ചുവെച്ച് അനധികൃതമായി തട്ടിയെടുക്കുന്നുണ്ട്. ഈ തട്ടിപ്പിനെ നിയമവിധേയമാക്കാൻ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ മതം മാറിയവർക്ക്, പ്രത്യേകിച്ച് ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഹിന്ദുക്കളുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തു നൽകി ഹിന്ദുമതത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ തകർക്കാനാണ് ജോസഫ് വിജയ് ശ്രമിക്കുന്നതെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. സാമൂഹിക വിവേചനം, വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ, അവസര നിഷേധം എന്നിവ പരിഗണിച്ചാണ് ഭരണഘടന പ്രകാരം സംവരണം നൽകുന്നത്. ഹിന്ദു സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ഭാഗമായി പല വിഭാഗങ്ങളും സാമൂഹികമായി പിന്നാക്കം പോയിരുന്നു. അതിനാലാണ് പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ തുടങ്ങിയ മറ്റു വിഭാഗങ്ങൾക്ക് സംവരണം നിലവിൽ വന്നത്. മതം മാറിയാൽ സംവരണം എന്തുകൊണ്ട് വിവാദമാകുന്നു? ഇവിടെയാണ് പ്രധാന നിയമ പ്രശ്നം ഉയരുന്നത്. ഒരു വിഭാഗം പറയുന്നത് മതം മാറിയാലും ഒരു വ്യക്തിയുടെ സാമൂഹിക വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പെട്ടെന്ന് മാറുന്നില്ല, അതിനാൽ സംവരണം തുടരണം. മറ്റൊരു വിഭാഗം പറയുന്നത് ഇസ്ലാം, ക്രിസ്തുമതം പോലുള്ള മതങ്ങൾ സിദ്ധാന്തപരമായി ജാതി വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല, അതിനാൽ ഹിന്ദു മതത്തിലെ ഒരു ജാതിയുടെ പേരിൽ ലഭിച്ചിരുന്ന സംവരണ ആനുകൂല്യം മതം മാറിയ ശേഷം അതേ രീതിയിൽ തുടരാനാവില്ല. ഈ രണ്ട് വാദങ്ങളാണ് കോടതികളിൽ വർഷങ്ങളായി ചർച്ചയാകുന്നത്. മദ്രാസ് ഹൈക്കോടതി ഈ കേസിൽ പറഞ്ഞത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിക്ക് മുസ്ലിം എന്ന നിലയിൽ അവകാശപ്പെടാം എന്നാണ്. എന്നാൽ മുസ്ലിം സമൂഹത്തിലെ പാരമ്പര്യ പിന്നാക്ക വിഭാഗങ്ങളിൽ ജനിച്ച ആളാണെന്ന് അവകാശപ്പെടാനാവില്ല. അതിനാൽ ഈ വിഭാഗത്തിനുള്ള പ്രത്യേക സംവരണം ലഭിക്കില്ല. തമിഴ്നാട് സർക്കാരിന്റെ വാദം വ്യത്യസ്തമാണ്. സാമൂഹിക പിന്നാക്കാവസ്ഥ മതം മാറിയതുകൊണ്ട് ഇല്ലാതാകില്ല, അതിനാൽ സംവരണ ആനുകൂല്യം തുടരണം എന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നയിക്കുന്ന സർക്കാർ ഈ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഈ തീരുമാനത്തെ ചിലർ സാമൂഹിക നീതി നയത്തിന്റെ തുടർച്ചയായി കാണുന്നു. അതേസമയം വിമർശകർ ഇത് മതപരിവർത്തനത്തിന് പ്രോത്സാഹനം നൽകുന്ന നടപടിയാണെന്നും ഹൈക്കോടതി വിധി ശരിയാണെന്നും വാദിക്കുന്നു. ഹിന്ദുത്വ സംഘടനകളും BJPയും ദീർഘകാലമായി ഉന്നയിക്കുന്ന വാദം സംവരണം ജാതിപരമായ ചരിത്രപരമായ വിവേചനത്തിന് നൽകിയ പരിഹാരമാണെന്നും മതപരിവർത്തനത്തിലൂടെ അത് പുതിയ മതത്തിലെ വിഭാഗങ്ങളിലേക്ക് സ്വമേധയാ മാറ്റാനാവില്ലെന്നുമാണ് പറയുന്നത്. അതേസമയം സാമൂഹ്യ നീതി മുൻനിർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ മതം മാറിയാലും സാമൂഹിക പിന്നാക്കാവസ്ഥ ഇല്ലാതാകുന്നില്ലെന്നും അതിനാൽ സംവരണ ആനുകൂല്യം തുടരണമെന്നും വാദിക്കുന്നു. ഈ വിഷയത്തിലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പ്രധാന വാർത്തകൾ തത്സമയം അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.